കബഡിയാറിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ശബരിനാഥൻ. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള യുവ നേതാവ് മുൻ MLA, നേരത്തെ MLA ആവുകയും പിന്നീട് പരാജയപ്പെടുകയും ചെയ്ത KS ശബരിനാഥൻ ഇതാ ജയിച്ചിരിക്കുന്നു. പക്ഷേ ശബരിനാഥന് നിലവിൽ മേയറാകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം തിരുവനന്തപുരത്തെ പ്രകടനം യു ഡി എഫിൻ്റെത് ആ നിലയിൽ മോശമാണ്. അത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. ശബരിനാഥ് വിജയിച്ചു എന്ന് എഴുതി കാണിക്കുമ്പോൾ തൊട്ടുമുകളിലായി തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ സീറ്റ് നില എന്നത് കേവലം 13 എന്നതിൽ എത്തി നിൽക്കുന്നു. എന്നതുകൊണ്ട് തന്നെ ശബരിനാഥിനെ പോലെയുള്ള ഒരു യുവ നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് നില മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ശ്രമമെങ്കിലും അതിൽ പരാജയപ്പെട്ടു പോയി കോൺഗ്രസ്. പക്ഷേ ശബരിനാഥ് വിജയിച്ചു കയറി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പ്രതീക്ഷ, തിരുവനന്തപുരം തൊട്ടിങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് UDF മുന്നിട്ട് വന്നെങ്കിലും തിരുവനന്തപുരത്ത് അത് ആ പ്രതീക്ഷ UDF കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതല്ലാതെ ഒരു പക്ഷേ UDF പോലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ കോട്ട ഉറപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ, നേരത്തെ നമ്മൾ അഭിലാഷ് പറഞ്ഞ പോലെ നമ്മൾ ആ കൊല്ലം അടക്കം ഞെട്ടി വിറപ്പിച്ചുകൊണ്ട് UDF നേടുന്ന കണ്ണൂർ വീണ്ടും ഉറപ്പിക്കുന്നു. UDF നിലമ്പൂര് UDF തൂക്കുന്നു. ആ തരത്തിൽ ഉള്ള മിന്നുന്ന പ്രകടനങ്ങൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു UDF തരംഗമുണ്ട്. ഇതാ 3 മണിക്കൂറാകുമ്പോൾ വോട്ടെണ്ണം തുടങ്ങി 3 മണിക്കൂറാകുമ്പോൾ എന്ന് പറയാതെ വയ്യ. ശാസ്തമംഗലത്ത് NDA ജയം ശ്രീലേഖ അടക്കം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും UDF ലീഡ് നിലനിൽക്കുന്ന സാഹചര്യം. കണ്ണൂർ കോർപ്പറേഷൻ മാത്രമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്നത് എങ്കിൽ 1 നിന്ന് 4 കോർപ്പറേഷനുകളുടെ എണ്ണം ഇപ്പോൾ UDF ഉയർത്തുന്നു എന്നതാണ് അവർക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് NDA ആണ് മുന്നേറ്റം നടത്തുന്നത് എങ്കിൽ കൊല്ലത്ത് ഒരു അട്ടിമറി വിജയത്തിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ടോ കോൺഗ്രസ് എന്ന സംശയമാണ്. ഒരുപക്ഷെ ഭരണത്തിലേറാൻ സാധിക്കുമോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ പോലും കൊല്ലം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇപ്പോൾ മാറാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കൊല്ലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 56 ഡിവിഷനുകൾ ഉള്ള കൊല്ലത്ത് ഭരണത്തിൽ ഏറണമെങ്കിൽ 29 സീറ്റുകൾ വേണം. പക്ഷേ 23 ഇടങ്ങളിൽ ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 39 സീറ്റുകൾ ഭരണത്തിലേറാൻ വേണ്ട കൊച്ചിയിൽ 43 ഇടങ്ങളിൽ UDF വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരെ പറയാൻ സാധിക്കുന്നത് കൊച്ചിയിൽ ഏതാണ്ട് ഭരണം ഉറപ്പിക്കുന്നു UDF എന്നത് തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ 6 കോർപ്പറേഷനുകളിൽ ഒരു കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ ഭരണം തിരികെ പിടിക്കുന്നു കോൺഗ്രസ്. അത് കൊച്ചി തന്നെയാണ്. ആ കൊച്ചിയിൽ UDF മുന്നിൽ എന്നതിനപ്പുറത്ത് UDF അധികാരത്തിലേക്ക് എന്ന് പറയാൻ സാധിക്കുന്നു. കാരണം 39 സീറ്റുകൾ ആണ് കൊച്ചി കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിക്കാൻ വേണ്ടത്. 43 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ ഭരണത്തിലേക്ക് കയറാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ കൊച്ചിയിൽ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതേസമയം കൊല്ലത്തും വലിയ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നടത്തി. ആശ്വാസമുണ്ട് LDF-ന്. പന്തളത്ത് സ്വാഭാവികമായിട്ടും ശബരിമല വിഷയമുണ്ടായിരുന്നെങ്കിൽ അത് പ്രതിഫലിക്കേണ്ടിയിരുന്ന സ്ഥലം കൂടിയാണ്. പന്തളം നഗരസഭയിൽ LDF-ന് മുന്നേറ്റം തുടരാൻ കഴിഞ്ഞിരിക്കുന്നു. 8 സീറ്റുമായിട്ട് LDF തന്നെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇഞ്ചോടിഞ്ചാണ് അവിടെ മത്സരം UDF-ഉം LDF-ഉം. പക്ഷേ നിലവിൽ ഭരിച്ചിരുന്ന പന്തളം BJP കൈവിടുന്നു എന്നുള്ളൊരു ചിത്രം അവിടെ നിന്നുണ്ട്. 5 സീറ്റുമായിട്ട് BJP മൂന്നാമത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികം. അപ്പോൾ പന്തളത്ത് ഏത് തരത്തിലാണ്? ശബരിമല വോട്ടായിട്ടില്ല, അല്ലെങ്കിൽ വോട്ടായിട്ടുണ്ടെങ്കിൽ അത് LDF-ന് അനുകൂലമായിട്ടാണ് പന്തളത്ത് വ്യക്തമായിരിക്കുന്നത്. BJP-യെ കൈവിടുന്നു. 2020-ൽ 2 ഇടങ്ങളിൽ ആണ് BJP അധികാരത്തിലിരുന്നത്. അതിൽ ഒന്ന് പന്തളം നഗരസഭയായിരുന്നു. അതായത് പന്തളം മുനിസിപ്പാലിറ്റി ഇപ്പോൾ കൈവിടുന്നു BJP-യെ എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കൊടുക്കുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ BJP-ക്ക് മാറി ചിന്തിക്കാം. എവിടെ പാളി, ഏത് ഇക്വേഷൻസ് പാളി എന്ന് LDF-ന് മാത്രമല്ല NDA-ക്കും ചിന്തിക്കാം. ഈ നിമിഷത്തിലേക്ക് കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 40 സീറ്റുകളിൽ കൊച്ചി കോർപ്പറേഷനിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഭരണം ഉറപ്പിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. 40 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചു എന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരമായി ഡാൻ ഇപ്പോൾ നൽകുന്നത്. 39 സീറ്റുകളിൽ വിജയിച്ചാൽ കൊച്ചിയിൽ ഭരണം ഉറപ്പിക്കാം. അവിടെ 40 സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു UDF എന്നതാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. കൊച്ചി അങ്ങനെയെങ്കിൽ UDF തിരിച്ചു പിടിക്കുന്നു. വ്യക്തമായ ഒരു ലീഡ്, അതായത് 39 സീറ്റുകൾ മതി അവിടെ ഭരണം പിടിക്കാനെങ്കിൽ. 40 സീറ്റുകളിൽ വിജയിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോർപ്പറേഷൻ
കോർപ്പറേഷനുകളിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം 6 കോർപ്പറേഷനുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൊച്ചി ഇതാ UDF ഭരിക്കാൻ പോകുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു, ഉറപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ഡാൻ ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച് 40 സീറ്റുകളിൽ UDF വിജയിച്ചു കഴിഞ്ഞു. 39 സീറ്റുകൾ ആണ് കൊച്ചിയിൽ ഭരണത്തിലേറാൻ വേണ്ടത്. കൊച്ചി അങ്ങനെ ഇടതുപക്ഷത്തെ കൈവിടുന്നു എന്നതാണ്. ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട കൊച്ചിയാണ്. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആ കൊച്ചി ഇത്തവണ ഇടതുപക്ഷത്തെ കൈവിടുന്നു എന്നത് വലിയ ആത്മവിശ്വാസം UDF നൽകുന്നു. വികസനം തന്നെ, കാരണം വികസനത്തിന് വോട്ട് തരൂ എന്നാണ് കൊച്ചി കോർപ്പറേഷനിൽ ഇടതുപക്ഷം പറഞ്ഞത്. അതായത് ഇടത് സർക്കാരിന്റെ വികസനം പ്രതിഫലിച്ച സ്ഥലമാണ് മെട്രോ തലസ്ഥാനം. അവിടെ ആ വികസനത്തിന് വോട്ട് തരൂ എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിടത്തോളം രണ്ടാണ് കാര്യം. ഒന്ന്, LDF-ൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കുന്നു. 2, 2020-യുടെ അപ്രമാദിത്വം പലയിടത്തും ഇല്ലാതാക്കാൻ, ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടി UDF-നെ സംബന്ധിച്ചിടത്തോളം വരും. പക്ഷേ പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ തിരുവനന്തപുരത്ത് അപ്പോഴും എത്രത്തോളം വീക്കായിരുന്നോ അതിൽ നിന്നും കരകയറാൻ UDF-ന് കഴിയാതെ പോകുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് UDF നടത്തുന്ന മുന്നേറ്റങ്ങൾ UDF-ന്റെ തിളക്കത്തെ വലുതാക്കി മാറ്റുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ കവടിയാറിൽ നിന്ന് UDF സ്ഥാനാർത്ഥി, മേയർ സ്ഥാനാർത്ഥി UDF-ന്റെ KS ശബരിനാഥൻ ജയിക്കുമ്പോൾ, പക്ഷേ ആ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മേയർ സ്ഥാനത്തിലേക്ക് എത്താൻ UDF-ന് ഇനിയും കാലം എടുക്കും തലസ്ഥാനത്ത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അപ്പോഴും കൊച്ചി വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ UDF ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിമതരെ അഭിസംബോധന ചെയ്യേണ്ടതായി വന്ന, അനുനയിപ്പിക്കേണ്ടതായി വന്ന ആ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടു പോയ ഇടം കൂടിയാണ് കൊച്ചി എന്നത് എടുത്തു പറയണം. അവിടെയാണ് വിമതരെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇപ്പോൾ UDF-ന് സാധിച്ചത്. ആ ഡേറ്റകൾ ഇനി നമുക്ക് അവലോകനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും 2020 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നു. അപ്പോൾ 2020-യുടെ വോട്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്നായിരുന്നോ എന്നതുൾപ്പെടെ സംശയമുണ്ടാക്കുന്ന മേഖലകളിൽ, അതായത് ഇടുക്കി ഭാഗത്ത് ഇപ്പോൾ തൊടുപുഴ നഗരസഭ UDF-ന്, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് UDF 15, LDF വെറും 2 ഈ പാലയിലടക്കം മലയോര മേഖലകളിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ജനങ്ങൾ വളരെയധികം വൈകാരികപരമായിട്ടുള്ള ചില സംഭവങ്ങൾ അഭിസംബോധന ചെയ്യപ്പെടാതെ പോയി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടോ? ഇനിയുള്ള ഒരു 6 മാസം കൂടി ഒരുപക്ഷെ ഇതൊക്കെ തിരുത്താനുള്ള ഒരു സമയം കൂടി ഇടതുപക്ഷത്തിന് ഉള്ളതാകും എന്നുള്ളൊരു പ്രതീക്ഷ അതിന് വെക്കാം. ഈ മലയോര മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്? അത് കോട്ടയത്താണെങ്കിൽ, അത് എറണാകുളമാണെങ്കിൽ ആ തരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമോ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനെ പലപ്പോഴായി ഒരു സെമി പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ട തൃക്കണ്ണാപുരത്ത് BJP-ക്ക് തിരിച്ചടി. ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ചർച്ചയായ വാർഡാണ്. അത് 16 വോട്ടിന് BJP തോറ്റിരിക്കുന്നു, LDF ജയിച്ചിരിക്കുന്നു. അവിടെ അതായത് NDA-ക്ക് കൃത്യമായ ഒരു പ്രാതിനിധ്യം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ കഴിയുമ്പോഴും ഈ വിഷയം, പക്ഷേ അപ്പോഴും ആശ്വസിക്കാം, അത് 1 or 2 വാർഡ് മാത്രമാക്കി ആ വിഷയം ഒതുക്കി നിർത്താൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും കൊച്ചിയിൽ നിന്ന് ഡാൻ ഇപ്പോഴാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. കൊച്ചിയിൽ ഏറ്റവും ഒടുവിൽ 40 ഇടങ്ങളിൽ വിജയിച്ചു എന്നാണല്ലോ ഡാനി നൽകുന്ന വിവരങ്ങൾ. ആ നിലയിലെങ്കിൽ 39 സീറ്റുകളിൽ വിജയിച്ചാൽ ഭരണം നേടാം. 40 സീറ്റുകളിൽ ആധികാരികമായി വിജയം ഉറപ്പിച്ചതാണോ, അതെയോ വിജയം അതായത് ഫലം പുറത്തു വന്നിട്ടുള്ളതാണോ, എന്താണോ സാഹചര്യം? അഭിലാഷ്, വ്യക്തമായ ലീഡിലേക്ക് ഇടത് മുന്നണി ഇത് UDF എത്തിയിരിക്കുന്നു എന്നതാണ് നിലവിലത്തെ ഒരു സാഹചര്യം. കൃത്യമായ ലീഡിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ പോയിരിക്കുന്നു. 40 സീറ്റുകളിലധികം വിജയിച്ചിരിക്കുന്നു. കൂടുതൽ സീറ്റുകളിൽ ലീഡ് തുടരുന്ന ഒരു സമയമാണ് ഉള്ളത്. കൂടുതൽ സീറ്റുകളിൽ